കൃഷ്ണമൂർത്തി അകലിൽ നിന്നേ കണ്ടു ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന മിത്രയെ. തളർന്നതുപോലെയുള്ള കിടപ്പ് അയാൾ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ കട്ടിലിനടിയിൽ നിന്നും ഒരു കസേര വലിച്ചെടുത്ത് അതിലേക്കിരുന്നു. മോളെ മിത്രേ, കണ്ണു തുറക്ക്, അങ്കിളാണ് വിളിക്കുന്നത്. ബെഡിൽ കൈകുത്തി അവളിലേക്ക് അല്പം ഒന്ന് ചാഞ്ഞിരുന്നുകൊണ്ട് കൃഷ്ണമൂർത്തി വിളിച്ചു. മിത്ര പതിയെ കണ്ണു തുറന്നുകൊണ്ട് അയാളെ നോക്കി. ഒരു വരണ്ട പുഞ്ചിരി അവളുടെ ചുണ്ടിൽ അന്നേരം മിന്നിമറഞ്ഞു. ഹരിനന്ദൻ? പതിയായിരുന്നു ചോദ്യം. അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഇനി തെളിയാൻ ബാക്കിയുള്ളതെല്ലാം പോലീസ് തെളിയിച്ചുകൊള്ളും. മറുപടിയൊന്നും പറയാതെ അവൾ സീലിംഗിലേക്ക് നോക്കിക്കിടന്നു. അയാൾ റൂമിൽ തനിച്ചു നിൽക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നീ അവിടേക്ക് ചെന്നത്? ആ സമയത്ത് പോലീസ് എത്തിയില്ലായിരുന്നെങ്കിൽ മരിച്ചു പോകുമായിരുന്നില്ലേ നീ? അയാൾ ശാസനയോടെ പറഞ്ഞതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. അയാൾ എന്നെ കൊന്നു കഴിഞ്ഞുവെങ്കിൽ അഗ്നിമിത്ര ആ മുറിക്കുള്ളിൽ മരിച്ചു വീണു. ഭാവഭേദങ്ങളൊന്നുമില്ലാതെ അവളത് പറയുമ്പോൾ ഒന്നും മനസ്സിലാകാതെ മിത്രയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കൃഷ്ണമൂർത്തി. മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്കിൾ ഒന്നും മനസ്സിലാവുന്നില്ല. അയാൾ എന്നോട് ഒരുപാട് തവണ പറഞ്ഞതാ, ഈ കേസുമായി ഞാൻ മുൻപോട്ട് പോയാൽ നഷ്ടം എനിക്ക് മാത്രമാണെന്ന്. അന്ന് ഞാനത് കേട്ടില്ല. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിലായത്. എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ എന്നെ ഒന്ന് കൊന്നു തരാൻ പറയുമോ ഡോക്ടറോട്? എനിക്കിനി ജീവിക്കണ്ട. മിത്ര ബെഡിൽ തലയിട്ടുരുട്ടി കരഞ്ഞു. എന്താ മോളെ, എന്താ ഉണ്ടായത്? ഇത്രയും വിഷമം വരാൻ അവൻ എന്താ എൻ്റെ കുട്ടിയോട് ചെയ്തത്? ഒരു നിമിഷം കൊണ്ട് അയാളുടെ മനസ്സിൽ പലവിധ ചിന്തകളോടി. എന്താണെങ്കിലും അങ്കിളിനോട് തുറന്നു പറയും. എന്തെങ്കിലും മര്യാദകേട് അവൻ കാട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ജയിലിൻ്റെ പുറംഭാഗം കാണില്ല. ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുവന്നു പോയിരുന്നു മൂർത്തിയുടെ. അവൾ കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാൽ അങ്കിൾ എന്നോട് സത്യം മാത്രമേ പറയാവൂ. എനിക്ക് വാക്കുതാ. അവൾ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് നോക്കി അയാൾ ചിന്താഭാരത്തോടെ ഇരുന്നു. മനസ്സിൽ വാക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന ഒരു സംഘർഷം തന്നെ നടക്കുന്നുണ്ട്. ഒടുവിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ അയാൾ അവളുടെ കൈയിലേക്ക് തൻ്റെ വലതുകരം ചേർത്ത് വെച്ചു. മോള് ചോദിക്കൂ. അങ്കിളിന് അറിയാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. ഏത് സെൻട്രൽ ജയിലിൽ വെച്ചാ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്? അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് മിത്ര അത് ചോദിച്ചത്. അവൾ അത് ചോദിച്ച നേരം അയാളുടെ കണ്ണുകളിലെ പിടപ്പ് അവൾ വ്യക്തമായി കണ്ടു. മീനു എന്തിനാ ജയിലിൽ? ബാക്കി മുഴുവനാക്കുന്നതിന് മുൻപേ അവളുടെ സ്വരം ഐസിയുവിനുള്ളിൽ മുഴങ്ങി. നിർത്ത്. നുണ പറയാനാണ് ഭാവമെങ്കിൽ ആയിക്കോളൂ. സത്യം ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം കണ്ടെത്തിക്കൊള്ളാം. അതും പറഞ്ഞുകൊണ്ട് അവൾ അപ്പുറത്തേക്ക് തലചിരിച്ചു കിടന്നു. മോളെ, അവൾ നിന്നോട് എന്താ പറഞ്ഞത്? അത് കേട്ടതിന് ശേഷം ഞാൻ പറയാം ബാക്കി കാര്യങ്ങൾ. അയാളത് പറഞ്ഞതും അവൾ ഇങ്ങോട്ട് തിരിയാതെ തന്നെ പറഞ്ഞു തുടങ്ങി. പ്രൊഫസർ ആനന്ദ് ഗംഗാധരന് അയാളുടെ കാമുകിയും ഭാര്യയുമായ ലക്ഷ്മി പാർവതിയിൽ ജനിച്ച മകളാണ് ഞാനെന്ന്. ജയിലിനകത്ത് കുഞ്ഞിനെ വളർത്താൻ കഴിയാത്തതിനാലും പുറത്ത് കുഞ്ഞിനെ സ്വീകരിക്കാൻ അവർക്ക് ബന്ധുക്കൾ ഇല്ലാത്തതിനാലും അന്നത്തെ ജയിൽ സൂപ്രണ്ടായ കൃഷ്ണമൂർത്തിയുടെ കൈകളിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ദത്ത് നൽകാനായി ആ കുഞ്ഞിനെ ഏൽപ്പിച്ചത്രേ. അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും അവൾ കൃഷ്ണമൂർത്തിയെ തിരിഞ്ഞു നോക്കിയില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ടും പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ടതും മിത്ര പതിയെ തിരിഞ്ഞു നോക്കി. കൃഷ്ണമൂർത്തി കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ നോട്ടം വിദൂരതയിലേക്കാണ്. ഐസിയുവിൻ്റെ ചുമരുകളും തുളച്ച് ആ മിഴികൾ പുറത്തേക്ക് നീളുകയാണെന്ന് അവൾക്ക് തോന്നി. അയാൾ വെറുതെ പറഞ്ഞതാണോ അങ്കിൾ? പിടിവീണു എന്നറിഞ്ഞ നിമിഷം എന്നെ മാനസികമായി തളർത്താൻ വേണ്ടി അങ്ങനെയെല്ലാം പറഞ്ഞതാണോ? അപ്പോഴും അയാൾ മറുപടി പറഞ്ഞില്ല. അങ്കിൾ പറഞ്ഞോളൂ, എനിക്കറിയണം. എന്തും കേൾക്കാനുള്ള മനസ്സുമായാണ് ഞാനിവിടെ കിടക്കുന്നത്. എന്നോട് സത്യം മാത്രമേ പറയാവൂ. അവൾ ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞു. അയാൾ അവളിലേക്ക് പതിയെ നോക്കി. ആ മിഴികൾ അന്നേരം നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഹരിനന്ദൻ പറഞ്ഞതെല്ലാം സത്യമാണ് മോളെ. ലക്ഷ്മി പാർവതിയെ എനിക്കറിയാം. എന്നാൽ അവരുടെ ഭർത്താവ്, അതായത് ലക്ഷ്മി പാർവതി പ്രസവിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ പ്രൊഫസർ ആനന്ദ് ഗംഗാധറാണെന്ന് എനിക്കറിയില്ല. കാരണം അവർ ഒരിക്കലും അങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. അവർ ശിക്ഷ വിധിച്ചു കിടന്നിരുന്നത് വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്നു. ഞാനന്ന് ജോലി ചെയ്തിരുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. അബദ്ധവശാൽ കൊലപാതകിയായി മാറിയതാണെന്നറിയാം. എൻ്റെ ജയിൽ പരിധി അല്ലാത്തതിനാൽ ഞാൻ കാര്യമായി അന്വേഷിച്ചിട്ടില്ല. എൻ്റെ സുഹൃത്ത് ഒരു രാമൻകുട്ടി ഉണ്ടായിരുന്നു. അവനായിരുന്നു വിയ്യൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ട്. അവനിലൂടെയാണ് ഞാൻ ലക്ഷ്മി പാർവതിയെ അറിയുന്നത്. അവൻ പറഞ്ഞ കഥകൾ കേട്ടപ്പോൾ ആ കുട്ടിയോട് എനിക്കും സിമ്പതി തോന്നി. തൻ്റെ മകൾ ഒരിക്കലും ഒരു കൊലപാതകിയുടെ മകളായി അറിയപ്പെടാൻ ഇടവരരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1 വയസ്സാകുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ ദത്ത് നൽകാൻ അവർ തയ്യാറായത്. 6 വയസ്സുവരെ ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ജയിലിൽ വളർത്താനുള്ള സൗകര്യമുണ്ട്. നിയമം അതിനനുവദിക്കുന്നുമുണ്ട്. എന്നാൽ 1 വയസ്സിൽ അവർ തൻ്റെ കുഞ്ഞിനെ അകറ്റിയെങ്കിൽ അതിനൊരുത്തരമേയുള്ളൂ. തൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതമുണ്ടാകണം.
അമ്മയുടെ പേരിൽ അവൾ ഒരിക്കലും അറിയപ്പെടാൻ പാടില്ല. നല്ലൊരു കരങ്ങളിൽ ആ കുഞ്ഞിനെ ഏൽപ്പിക്കണമെന്ന് രാമകൃഷ്ണൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ ഒരാളും ആ നിമിഷം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നില്ല. എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന പപ്പനുമായി ഞാൻ ഈ കാര്യവും പങ്കുവച്ചു. അന്നേരം അവൻ എന്നോട് പറഞ്ഞതാണ് ആ കുഞ്ഞിനെ അവൻ ഏറ്റെടുത്തോളാമെന്ന്. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. സിദ്ധുവിൻ്റെ ഗർഭിണിയായിരിക്കെ 9ാം മാസത്തിൽ മീനൂട്ടി ഒന്ന് വീഴുകയുണ്ടായി. ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കുന്നതോടൊപ്പം മീനൂട്ടിയുടെ യൂട്രസും റിമൂവ് ചെയ്തിരുന്നു. ഇനിയൊരു കുഞ്ഞ് അവർക്കുണ്ടാകില്ല എന്ന് ഉറപ്പുള്ളതിനാലും ഒരു പെൺകുഞ്ഞായതുകൊണ്ടും ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അവർ തയ്യാറായി. ആ കുഞ്ഞ് എല്ലാ അർത്ഥത്തിലും അവരുടെ കുഞ്ഞായി തന്നെ വളരണം എന്നുള്ളതിനാൽ പപ്പൻ പെട്ടെന്ന് തന്നെ കണ്ണൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ ഒപ്പിച്ചു. ജയിലിനുള്ളിലേക്ക് കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പോയപ്പോഴാണ് മീനൂട്ടി ശരിക്കും തളർന്നു പോയത്. അയാൾ അത്രയും പറഞ്ഞു നിർത്തി. ജയിലിനുള്ളിൽ മീനൂട്ടി കണ്ടത് സ്വന്തം അനിയത്തിയായിരുന്നു അല്ലേ? മിത്രയുടെ ചോദ്യം കേട്ട് കൃഷ്ണമൂർത്തി അന്താളിച്ചു പോയി. അയാൾ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അങ്കിൾ എന്താ ഇങ്ങനെ നോക്കുന്നത്? അതെങ്ങനെ മോൾക്ക്? അതെങ്ങനെ എനിക്കറിയാമെന്നല്ലേ? പറയാം. മീനൂട്ടി പ്രസവിച്ച മകളാണ് ഞാൻ എന്നതുകൊണ്ടാണ് എനിക്ക് മുത്തശ്ശിയുടെ ഛായ കിട്ടിയത് എന്നായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ. മുത്തശ്ശി എൻ്റെ പ്രായമുള്ളപ്പോൾ വരച്ചു വെച്ച എണ്ണച്ചായ ചിത്രം ഞാൻ തറവാട്ടിലെ നിലവറയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. ആ ഫോട്ടോ ഇന്ന് ആര് കണ്ടാലും അത് ഞാനാണെന്നേ പറയൂ. അത്രയ്ക്കും സാമ്യമാണ് എനിക്ക് മുത്തശ്ശിയോട്. ഞാൻ മറ്റാരുടെയെങ്കിലും മകളായിരുന്നുവെങ്കിൽ എനിക്കെങ്ങനെ മുത്തശ്ശിയുടെ ഛായ കിട്ടും? ജയിലിനുള്ളിൽ മീനൂട്ടി തളർന്നു നിന്നു എന്ന് അങ്കിൾ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഊഹിക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. എൻ്റെ കുഞ്ഞും മിടുക്കിയാണ്. ഞാനിതൊന്നും പറയാൻ തയ്യാറായില്ലെങ്കിൽ പോലും നീ എല്ലാം കണ്ടുപിടിക്കുമെന്ന് അങ്കിളിന് അറിയാമായിരുന്നു. സത്യത്തിൽ ലക്ഷ്മി പാർവതിയുടെ ഭർത്താവാണ് പ്രൊഫസർ ആനന്ദ് ഗംഗാധർ എന്ന് ഞാൻ മുന്നേ കൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ നിനക്ക് പ്രചോദനം തരില്ലായിരുന്നു. ഹരിനന്ദൻ ഇപ്പോൾ വിവരങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു എങ്കിൽ പോലും കാലക്രമേണ നീ ഈ സത്യം തിരിച്ചറിയുമായിരുന്നു. അതുകൊണ്ട് നിന്നിൽ നിന്നും ഇനി രഹസ്യങ്ങളൊന്നും മൂടിവെക്കാൻ എനിക്കും കഴിയില്ല. എൻ്റെ മാതാപിതാക്കൾ മീനൂട്ടിയും അനന്തപത്മനാഭനും അല്ലെന്ന് ആർക്കൊക്കെ അറിയാം? അവൾ ചോദിച്ച ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം നൽകാൻ കഴിയാതെ അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. ഞാനൊഴികെ എല്ലാവർക്കും അറിയാമല്ലേ? ഒരു വരണ്ട പുഞ്ചിരിയോടെ അവൾ തിരക്കി. നമ്മുടെ 2 കുടുംബങ്ങളിൽ നിനക്കൊഴികെ എല്ലാവർക്കും അറിയാം. അവൾ കണ്ണുകൾ അടച്ച് അല്പനേരം കിടന്നു. മിഴുനീർ കണങ്ങൾ അടഞ്ഞ പീലികൾക്കിടയിലൂടെ ഇരു ചെവിയിലേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. മോളെ, നിനക്ക് ജന്മം തന്നവളെ കാണണമെന്നുണ്ടോ? അടച്ച കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൾ അയാൾക്ക് നേരെ നോക്കി. എനിക്കറിയാം അത് ആരാണെന്ന്. മിത്രയുടെ ആ വാക്കുകൾ അയാളെ അമ്പരപ്പിച്ചു. അതും നിനക്കെങ്ങനെ? എനിക്ക് പേര് നിർദ്ദേശിച്ചത് ആരാങ്കിൽ? അയാളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ തിരക്കി. ലക്ഷ്മി പാർവതി. അന്നേരം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. സന്തോഷത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ എന്ന് വേർതിരിച്ചറിയാനാവാത്ത പുഞ്ചിരി. അപ്പോൾ അവർക്ക് എന്നെ അറിയാം? തീർച്ചയായും. അഭിനയത്തിൻ്റെ മൂർത്തിമത് ഭാവം. ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ? അയാൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. തിരിച്ച് മറ്റൊരു ചോദ്യം ചോദിച്ചു. അവരെ നീ മനസ്സിലാക്കിയത് എങ്ങനെയാണ് മോളെ? 2 ദിവസം ഞാൻ തറവാട്ടിലായിരുന്നല്ലോ. അവിടുത്തെ നിലവറയ്ക്കുള്ളിൽ തുറക്കാൻ പാടില്ലാത്തൊരു പെട്ടി ഉണ്ടായിരുന്നു. മുത്തശ്ശിയുടെ കണ്ണ് വെട്ടിച്ച് ഞാനത് തുറന്നു. അതിലുണ്ടായിരുന്നു ലക്ഷ്മി പാർവതിയുടെ ഫോട്ടോസുകൾ. ആ തറവാട്ടിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അത്രയും ആ പെട്ടിക്കകത്തുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് എല്ലാം കണ്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. തറവാട്ടിൽ നിന്നും ഇറങ്ങാൻ നേരം ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചതാണ് സഫലമാക്കാൻ വല്ല മോഹവും മുത്തശ്ശിക്ക് ബാക്കിയുണ്ടോ എന്ന്. അന്നേരം മുത്തശ്ശി പറഞ്ഞ മറുപടി ഇതായിരുന്നു: അച്ഛൻ പടിയിറക്കി വിട്ടവളെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന്. തീർച്ചയായും ഞാനത് സാധിപ്പിച്ചു തരുമെന്നും മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അവരെ ഒരു ദിവസം മുത്തശ്ശിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണമെന്നും അങ്ങനെ 2 പേരെയും ഞെട്ടിക്കണമെന്നും ഞാൻ മനസ്സിൽ കരുതിയിരുന്നതാ. എന്നാൽ ഞെട്ടിയത് മുഴുവൻ ഞാനായിരുന്നു. നഷ്ടങ്ങൾ മുഴുവൻ എനിക്കായിരുന്നു. സ്വന്തമാണെന്ന് കരുതിയവരെല്ലാം അന്യരാണെന്ന് തിരിച്ചറിയുമ്പോൾ ഗൽഗതം കൊണ്ട് അവളുടെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങിക്കിടന്നു. ആരും നിനക്ക് അന്യരല്ല മോളെ. സിദ്ധുവിനന്നും നീ അവൻ്റെ സ്വന്തം അനിയത്തെ കുട്ടിയാണ്. മീനൂട്ടി മകളല്ലാത്ത വിധത്തിൽ നിന്നോടെപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? സിദ്ധുവിനോടുള്ളതിനേക്കാൾ ഏറെ വാത്സല്യമല്ലേ പപ്പന് നിന്നോട്? അവരുടെ എല്ലാം സ്നേഹത്തിൽ മായമുണ്ടെന്ന് കരുതല്ലേ മോളെ? ദൈവം പോലും പൊറുക്കില്ല. അങ്കിൾ, എനിക്കൊരു വാക്ക് തരണം. ഇനിയും വാക്കോ? എന്തിന്? സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് അച്ഛനും മീനൂട്ടിയും സിദ്ധുവേട്ടനും അറിയാൻ പാടില്ല. ഞാനും അത് ഒരിക്കലും അറിഞ്ഞതായി ഭാവിക്കില്ല. അവളുടെ കരത്തിൽ മുറുക്കെ പിടിച്ചുകൊണ്ടയാൾ അവൾക്ക് വാക്ക് കൊടുത്തു. എൻ്റെ കുഞ്ഞിനെ അങ്കിളിനെ വിശ്വസിക്കാം.
നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകളെ അയാൾ അരുമയോടെ തുറച്ചു കൊടുത്തു.